എല്ലാവർക്കും മിച്ചലമ്പ് ബ്ലോഗ്സിന്റെ പുതിയൊരു യാത്ര വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര ബാംഗ്ലൂരിൽ നിന്നും എറണാകുളത്തേക്കാണ്. കരിമ്പുലി എന്നറിയപ്പെടുന്ന ശ്യാമ ട്രാൻസ്പോർട്ടിന്റെ ബാംഗ്ലൂരിൽ നിന്നും തിരുവനന്തപുരം വരെ പോകുന്ന സ്ലീപ്പർ ബസ്സിലാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. വോൾവോ ഐഷർ ചേസിൽ JCBL ബിൽഡ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. നമ്മൾ ഈ വണ്ടി ഓൾറെഡി നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഒരു 6 മാസം മുന്നേ. അതുകൊണ്ട് ഞാൻ ഇന്റീരിയർ മാത്രമേ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുള്ളൂ. വണ്ടി 1 മണിക്കാണ് കലാശിപ്പാളത്ത് നിന്ന് പുറപ്പെടുന്നത്. വെളുപ്പിനെ 2 മണിയോടുകൂടി എറണാകുളവും, അതുപോലെ വെളുപ്പിനെ 6 മണി 7 മണിയോടുകൂടി തിരുവനന്തപുരം എത്തിച്ചേരുന്ന രീതിയിലാണ് ഷെഡ്യൂൾ. അപ്പൊ നമുക്ക് എത്രയും നേരത്തെ വീട് പറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സർവീസാണ് ശ്യാമ ട്രാൻസ്പോർട്ടിന്റെ ഈ ഒരു ബാംഗ്ലൂരു ട്രിവാൻഡ്രം സർവീസ്. എന്തായാലും നമുക്ക് യാത്രയിലേക്ക് കടക്കാം. ചന്ദ്രന നിൻ പൂമുഖ ശ്യാമാംബരം ചന്ദ്രന നിൻ പൂമുഖ ഞാൻ വരുന്ന വഴിയോരം കാതേരും നിൻ ചിലമ്പൊലികൾ. ഇതാണ് ശ്യാമയുടെ ഇൻറ്റീരിയർ ലുക്ക്. ഒരു അടിപൊളി എക്സിക്യൂട്ടീവ് ലുക്കാണ്. ഇവിടെ ഒരു സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. USB പോർട്ട്, മൊബൈൽ ഹോൾഡർ, ബാക്ക് സപ്പോർട്ട്. അതുപോലെ ഈ ഒരു പോർഷൻസൊക്കെ നോക്കിയാൽ ഫുള്ള് ഒരു വുഡ് ടച്ചുള്ള ഒരു മെറ്റീരിയൽ വെച്ചാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പോർഷൻ നോക്കിയാലും കാണാം, നമ്മുടെ ലഗേജ് ബർത്ത് നോക്കിയാലും കാണാം, ഈ ഒരു ഭാഗത്ത് നോക്കിയാലും കാണാം. ലാഡർ, അതുപോലെ സിംഗിൾ ബർത്തിൻ്റെ ലുക്കിലേക്ക് നോക്കിയാൽ ഇവിടെ അഡീഷണലായിട്ട് സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട്. റീഡിംഗ് ലാമ്പിൻ്റെ സ്വിച്ച് ഇവിടെ തന്നെ ഉണ്ട്. അതുപോലെ ഈ ഒരു ലൈറ്റിൻ്റെ സ്വിച്ച് ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ പുറത്തെ ഈ ഒരു ലൈറ്റ് നമുക്ക് ഇവിടെ തന്നെ ഓപ്പറേറ്റ് ചെയ്യാം. അതുപോലെ സെൻട്രൽ പോർഷനിലേക്ക് നോക്കിയാൽ ഓക്കെ, അതിമനോഹരമായിട്ടുള്ള ഒരു റൂഫ് പോർഷനാണ് ഇത് ചെയ്തിട്ടുള്ളത്. 2 സൈഡ് കൂടെയും സ്ട്രിപ്പ് ലൈറ്റ്സ് കൊടുത്ത് സെൻട്രൽ പോർഷൻ സെറ്റാക്കിയിട്ടുണ്ട്. ഗാങ് വേയിലൂടെയും ബ്ലൂ സ്ട്രിപ്പ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ശ്യാമയുടെ പേരിലുള്ള 2 കളറിലുള്ള ബെഡ്ഷീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ബ്ലാങ്കറ്റ്സ്, പില്ലോ കവർ എല്ലാം അതേ സെയിം കളേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. ബർത്തിൻ്റെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുള്ളത് ഈ ഒരു സൈഡ് പോർഷനിൽ കൊടുത്തിട്ടുണ്ടല്ലേ, U11 U12 എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് അവിടെ. ഇതാണ് ശ്യാമ ട്രാൻസ്പോർട്ടിൻ്റെ കലാശിപ്പാളത്തെ ഓഫീസ് വരുന്നത്. ഇവിടുന്നാണ് ഫസ്റ്റ് ബോർഡിംഗ് പോയിൻ്റ് ഉള്ളത്. അടുത്ത ബോർഡിങ് മജസ്റ്റിക് ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആണ് ബോർഡിങ് വരുന്നത്. മജസ്റ്റിക്കിലെ ശ്യാമ ട്രാൻസ്പോർട്ടിൻ്റെ ഓഫീസാണ്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ബോർഡിംഗ് പോയിൻ്റ് വരുന്നത്. നമ്മുടെ അടുത്ത ബോർഡിങ് ശാന്തി നഗർ. ബോർഡിങ് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി. വർഷങ്ങളായി കേരളത്തിലേക്ക് സർവീസ് നടത്തുന്ന ഒരു മികച്ച ഓപ്പറേറ്ററായിരുന്നു ശ്യാമ ട്രാൻസ്പോർട്ട്. പത്തനംതിട്ട ബാംഗ്ലൂർ റൂട്ടിൽ കരിമ്പുലി എന്ന വിശേഷണത്തിൽ കറുത്ത വോൾവോ ബസ്സുകൾ വരെ ഉണ്ടായിരുന്ന ഒരു ഓപ്പറേറ്ററായിരുന്നു ശ്യാമ ട്രാൻസ്പോർട്ട്. 2015-16 വർഷങ്ങളിൽ ഇവരുടെ കേരളത്തിലേക്കുള്ള സർവീസുകളെല്ലാം അവസാനിപ്പിച്ചു. അതിൻ്റെ ശേഷം കൊറോണയെല്ലാം കഴിഞ്ഞ് 2023 അവസാനമായിട്ടാണ് ഇവർ കേരളത്തിലേക്കുള്ള സർവീസുകൾ പുത്തൻ ബസ്സുകൾ വെച്ച് പുനരാരംഭിച്ചത്. വോൾവോ ഐഷർ ചേസിൽ പഞ്ചാബിലുള്ള JCBL നിർമ്മിച്ചിട്ടുള്ള സ്ലീപ്പർ ബസ്സുകളായിരുന്നു എല്ലാം. അടുത്ത നമ്മുടെ മെയിൻ ബോർഡിങ് വരുന്നത് മടിവാള. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്രൂവിനെ പരിചയപ്പെടാം. ഡ്രൈവർ എന്ന പേര് രാജേഷ്. വീടെങ്കെ കൃഷ്ണഗിരിയാ. ഓക്കെ. നമുക്ക് കോ ഡ്രൈവർ കൂടെ പരിചയപ്പെടാം. അണ്ണ പേര് രാമചന്ദ്രൻ. വീടെങ്കെ കള്ളക്കുറിച്ചി. ഓക്കെ. എങ്കിൽ അറ്റൻഡർ അണ്ണ പേര് G. രാജകുമാർ. ഊരെങ്കെ കന്യാകുമാരി. ഓക്കെ.
താങ്ക് യു. ഇതാണ് ശ്യാമ ട്രാൻസ്പോർട്ടിൻ്റെ മടിവാളയിലെ മെയിൻ ഓഫീസ് വരുന്നത്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് നമുക്ക് മടിവാളയിലെ ബോർഡിംഗ് ഉള്ളത്. 2:45 മടിവാളയിൽ നിന്ന് പുറപ്പെടുക. ഇതാണ് ഓഫീസിൻ്റെ ഇൻറ്റീരിയർ. എത്താനും നീറ്റ് ആൻഡ് ക്ലീനുള്ള ആയിട്ടുള്ള ഓഫീസാണ് മടിവാളയിലെ ഓഫീസ്. അടുത്ത ബോർഡിംഗ് പോയിന്റ് സിൽക്ക് ബോർഡ്. നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്ന ബംഗളൂരു തിരുവനന്തപുരം സ്ലീപ്പർ ബസ് സേലം ബൈപ്പാസ്, കോയമ്പത്തൂർ ടൗൺ, തൃശ്ശൂർ ടൗൺ എന്നിവിടങ്ങളെല്ലാം ടച്ച് ചെയ്തിട്ടാണ് കടന്നു പോകുന്നത്. നമ്മുടെ അടുത്ത ബോർഡിംഗ് ഇലക്ട്രോണിക് സിറ്റി. നമ്മുടെ നെക്സ്റ്റ് ബോർഡിങ് അത്തിപ്പള്ളി. നമുക്ക് അഞ്ചെണ്ണം നമുക്ക് ഇത് ബാക്സ് നമ്മുടെ ലാസ്റ്റ് ബോർഡിങ് ഹൊസൂർ. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ ഹൊസൂർ സേലം വഴിയുള്ള പകൽ കാഴ്ചകൾ കണ്ട് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇതുവഴി വന്നപ്പോഴെല്ലാം രാത്രി സമയത്തായിരുന്നു ഇവിടെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കൃഷ്ണപുരിയുടെയും തിരുമൂരുടെയും കാളിമംഗലത്തിൽ നമ്മൾ ഒരു ടീ ബ്രേക്ക് കൊടുക്കുന്നുണ്ട്. നല്ല സീൻ, നല്ല സീൻ. ടോൾ പ്ലാസ, കൃഷ്ണഗിരി, തോപ്പൂർ. സേലത്തിൻ്റെയും ധർമ്മപുരിയുടെയും ഇടയിൽ നാഷണൽ ഹൈവേ 44 സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്
തൊപ്പൂർ. നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് തൊപ്പൂർ ചുരത്തിലൂടെയാണ്. ഇതിൻ്റെ രണ്ട് വശവും ഫോറസ്റ്റ് ഏരിയ ആണ് വരുന്നത്. ഈ റൂട്ടിൽ ഏറ്റവും അധികം ആക്സിഡൻസ് ഉണ്ടാകുന്ന ഒരു ഏരിയയാണ് ഈ തൊപ്പൂർ ചുരം എന്ന് പറയുന്നത്. ഔദ്യോഗിക കണക്കൊക്കെ പ്രകാരം 500-ലധികം ആളുകൾക്ക് ഇവിടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോഴെന്തായാലും ഈ റോഡിൽ സ്പീഡ് ബ്രേക്കറുകൾ ഒക്കെ റോഡിൽ സ്ഥാപിച്ചിട്ടുണ്ട്. Hi, good evening. This is Anthony from Salem. It was a good experience traveling in Shama Travels, and the crew was very good, very cordial, and timing was good. Everything was fine. What about the berth comfort? Yeah, it was Good clean. person, It was clean, and I would prefer traveling in this thing. Okay, thanks so much. Thank you. ആദ്യത്തെ ഡ്രോപ്പ് ഓഫ് സേലം. സേലം ബൈപ്പാസിനാണ് നമുക്ക് സ്റ്റോപ്പ് ഉള്ളത്. ലെഫ്റ്റ് സൈഡിലേക്കാണ് ന്യൂ ബസ് സ്റ്റാൻഡ്, സിറ്റിയൊക്കെ ഉള്ളിലേക്കാണ്. ലെഫ്റ്റ് സൈഡ് സിറ്റിയിലേക്ക് പോകുന്ന വഴി. നമ്മളിവിടെ നിന്ന് ഇങ്ങനെ ബൈപ്പാസ് വഴി കറങ്ങിപ്പോ. വണ്ടിയുടെ ഡിന്നർ ബ്രേക്ക് വരുന്നത് വിജയമംഗലത്തുള്ള ഹോപ്ടൺ ബേക്സ് ആൻഡ് റെസ്റ്റോറൻറ്റിലാണ്. ഞാൻ റോഷ, എൻ്റെ വീട് മലപ്പുറമാണ്. സോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഷാമയിൽ കയറുന്നത്. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ അതേപോലെ ഉള്ളിലാണെങ്കിലും നല്ല ഇന്റീരിയേഴ്സും, പിന്നെ അതേപോലെ സീറ്റിംഗ് കംഫർട്ടൊക്കെ ഭയങ്കര നല്ലതാണ്. പിന്നെ ടൈമിംഗ് വന്ന് കറക്റ്റ് ടൈമിലായിരുന്നു. യൂഷ്വലി ട്രാഫിക്കിലൊക്കെ പെടാറുണ്ട്, പക്ഷെ ബസ് ഓൺ ടൈം ആയിരുന്നു. എനിക്ക് തോന്നുന്നു കറക്റ്റ് ടൈമിലാണ് ഞാൻ തിരിച്ച് നാട്ടിലെത്തുന്നുള്ളത്. എംപ്ലോയീസ് ആണെങ്കിലും ലൈക്ക് ക്രൂ ആണെങ്കിലും അത് ഭയങ്കര സപ്പോർട്ടീവ് ആണ്. അതായത് നമുക്ക് അവരിപ്പോ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്യും. ഞാൻ ട്രാഫിക്കിലായിരുന്നു, അപ്പൊ അവർ 5 മിനിറ്റ് അവർ മനസ്സിലാക്കിയിട്ട് അവർ 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രൂ ആണെങ്കിലും നല്ല അത്യാവശ്യം നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും, നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്രൂ ആണ്. ഓവറോൾ നല്ല റേറ്റിംഗ് ആണ്.
കോയമ്പത്തൂർ ടൗണിൽ നമുക്ക് ഡ്രോപ്പ് ഓഫും അതുപോലെ ബോർഡിംഗ് പോയിന്റും അവൈലബിൾ ആണ്. നമ്മൾ പോയ ദിവസം ഒരുപാട് ആളുകൾ കോയമ്പത്തൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ശ്യാമ ട്രാൻസ്പോർട്ട് ബാംഗ്ലൂരേക്ക് പോകുമ്പോഴും ട്രിവാൻഡ്രം പോകുമ്പോഴും തൃശ്ശൂർ ടൗണിൽ കവർ ചെയ്തിട്ടാണ് പോണത്. അപ്പോൾ ഗൈസ്, ചില പേഴ്സണൽ കാര്യങ്ങളാൽ യാത്ര ഞാൻ തൃശ്ശൂരിൽ അവസാനിപ്പിക്കുകയാണ്. തൃശ്ശൂർ മജസ്റ്റിക് ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ് ശ്യാമയുടെ ഡ്രോപ്പ് ഓഫ് ആൻഡ് പിക്കപ്പ് പോയിന്റ് വരുന്നത്. KSRTCയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ്. അപ്പോൾ ശ്യാമ ട്രാൻസ്പോർട്ടിലെ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയ യാത്രയുമായിട്ട് ഇനിയും കാണാം. അതുവരേക്കും ബൈ ഫ്രം ബിജു നിലമ്പൂർ.